ജയറാമിന് ഇ ഡി നോട്ടീസ് കിട്ടിയല്ലോ. അതെ, അതായത് വരുന്ന 17-ന് അടുത്ത ചൊവ്വാഴ്ചയാണ് ഇ ഡിയുടെ ഓഫീസിൽ ഹാജരാവേണ്ടത്. ഇതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് SIT അന്വേഷണ സംഘം, അതായത് അവർ ചോദ്യം ചെയ്തിരുന്നു, പക്ഷേ അവിടെ ക്ലീൻ ചിറ്റ് കിട്ടിയതാണ് ജയറാമിന്. അതുവരെ ഉണ്ടായിരുന്ന സകല പ്രശ്നങ്ങളും, അതായത് സകല കിംവദന്തികളും അതോടുകൂടി അവസാനിച്ചു എന്ന് കരുതിയിരിക്കുന്ന സമയത്താണ് ഇ ഡി വീണ്ടും നോട്ടീസ് നൽകുന്നത്. SIT ആണെങ്കിൽ ഈ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരായതിനു ശേഷം SIT പറഞ്ഞത് നിർണായക വിവരങ്ങൾ, അതായത് വലിയ കാര്യമൊന്നുമില്ല, സന്നിധാനത്തെ ദ്വാരപാലക ശില്പങ്ങൾ ജയറാമിന്റെ വീട്ടിലെത്തിച്ച് പൂജ നടത്തിയതിന്റെ ദൃശ്യങ്ങൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് SITയും ജയറാമിനെ ചോദ്യം ചെയ്തത്. അപ്പൊ വീട്ടിൽ ഐശ്വര്യം വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്തത് എന്നാണ് ജയറാം പറഞ്ഞത്. അവിടെ അതെ, ഇപ്പൊ വന്നു ഇ ഡിയുടെ ഐശ്വര്യം എന്നുള്ളതാണ്. അപ്പൊ ആ സംഭവത്തിലാണ് SIT ചോദ്യം ചെയ്തത്. പക്ഷെ അവിടുന്ന് ക്ലീൻ ചിറ്റ് കിട്ടി. ഇതോടുകൂടി ഒരു ദീർഘനിശ്വാസമൊക്കെ വിട്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ഇ ഡി വന്നു കയറുന്നത്, ഐശ്വര്യമായിട്ട് പ്രിയം പറഞ്ഞതുപോലെ. അപ്പോൾ പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ലേ എന്നുള്ളത് കൂടിയാണ്. നമുക്കറിയാം, നമ്മളും എല്ലാവരും വിശ്വാസികളാണ്. അപ്പോൾ ഒരു ക്ഷേത്രത്തിലെ, ഞാൻ അതായത് ശബരിമല എന്ന് ഞാൻ പറയുന്നില്ല, ഒരു ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുവന്ന് അത് പൂജയ്ക്കായിട്ട് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സാധാരണക്കാരായ നമ്മൾ പോലും ചിന്തിക്കും, ഇതെങ്ങനെയാണ് അവിടുത്തെ ദ്വാരപാലക ശില്പങ്ങൾ ഇങ്ങനെ കൊണ്ടുവരാൻ സാധിക്കുന്നത്, വീടുകൾ തോറും കയറിയിറങ്ങി പൂജയ്ക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് അവിടെ പോകേണ്ടതാണ്. പക്ഷേ വിശ്വാസം കൂടിപ്പോയത് കൊണ്ടാണോ അതിവിനയം കൂടിപ്പോയത് കൊണ്ടാണോ എന്നറിയില്ല, ജയറാമിനെ ആ ഒരു കാര്യം ചിന്തയിലേക്ക് വന്നില്ല. അവിടെ മുതൽ ജയറാമിന്റെ പേര് അവിടെ എഴുതപ്പെട്ടു തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ SIT ചോദിച്ചതുപോലെ പോറ്റിയുമായിട്ട് ഈ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ, ഞാൻ ആകെ തുച്ഛമായ ഒരു രൂപയാണ് അതിന് പോലും ദക്ഷിണ കൊടുത്തത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതുപോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. കാരണം ജയറാമിനെ പോലെ ഒരാളുടെ വീട്ടിലേക്ക്, പ്രശസ്തനായ ആളുടെ വീട്ടിലേക്ക് പോറ്റിയെ പോലെ ഒരു തട്ടിപ്പുകാരൻ ഈ ഒരു കാര്യവുമായി വരുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായ അജണ്ടകളുണ്ടാവും. മാത്രമല്ല, ദക്ഷിണ എന്ന് പറയുന്നത് 100 150, അതിപ്പോൾ നമ്മളുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരു പറയ്ക്ക് ദൈവം വന്നിറങ്ങും, നമ്മൾ ദക്ഷിണ വെക്കുമ്പോഴും നമ്മൾ ഈ തുക വെക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു തുകയെ കൊടുത്തുള്ളൂ എന്ന് പറയുന്നിടത്തും ജയറാമിന് പാളിപ്പോയി. ഒരു പക്ഷേ ഇതൊക്കെ ആയിരിക്കാം ഇ ഡിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇ ഡി കുറച്ചുകൂടെ കാര്യമായി ചിന്തിച്ചിട്ടുണ്ടാവും, ഇതെങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുക എന്നുള്ളത്. എന്തായാലും SIT എന്ന് പറയുന്ന അന്വേഷണ സംഘം സാക്ഷിയാക്കി മാറ്റാനാണ് ജയറാമിനെ ഉദ്ദേശിച്ചത്. അപ്പോൾ സാക്ഷിയാക്കി മാറ്റുമ്പോൾ അതിൽ പ്രത്യേകിച്ച് അപകടങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കുക കൂടി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇ ഡിക്ക് അറിയേണ്ടത് പോറ്റിയും ജയറാമും തമ്മിൽ എത്രത്തോളം കണക്ഷൻ ഉണ്ട്. കാരണം ഇതിൻ്റെ വഴി എന്ന് പറയുന്നത്, ഈ ദ്വാരപാലക ശില്പം കൊണ്ട് സഞ്ചരിച്ച വഴി എന്ന് പറയുന്നത് വളരെ നിഗൂഢമായിട്ടുള്ള കാര്യങ്ങളാണ്, ഒരു വഴിയാണ്. ആ വഴിയിലൂടെ പോകുമ്പോൾ ഇതെടുത്ത് വളരെ കാര്യമായ രീതിയിൽ പ്രചരിപ്പിച്ചിട്ടുണ്ടോ? അതായത് ഞങ്ങൾ ജയറാമിന്റെ വീട്ടിൽ കൊണ്ടുപോയി എന്ന് ഫോട്ടോ എടുത്ത് കാണിച്ചാലും മറ്റ് ആളുകളുടെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു വഴിയായി. പിന്നീട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ജയറാമിന് ഇതിൽ കാര്യമായ ഒരു പങ്കുണ്ടോ? കാരണം പ്രശസ്തനായതുകൊണ്ട് മാത്രം അതിലേക്ക് ഒരു വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് മാറ്റി നിർത്തുകയാണോ എന്നുള്ള ഒരു ചിന്ത പോലും ഇ ഡിയുടെ മനസ്സിൽ, അതായത് ഇ ഡി അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിൽ വരാനുള്ള സാധ്യതകളുണ്ട്. ഒരു സിനിമാ തന്നെ, ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ തന്നെ വളരെയധികം അന്ധവിശ്വാസങ്ങൾ പുലർത്തുന്ന ഒരു മേഖല കൂടിയാണ് സിനിമാ മേഖല എന്ന് പറയുന്നത്. ഇതൊക്കെ, അതായത് ഈ ചലച്ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന് കൊണ്ടുപോകുന്നതിൻ്റെ മേളിൽ പലതും ജപിച്ചതും അല്ലെങ്കിൽ പല വിശ്വാസങ്ങളിലുള്ളവരുടെയൊക്കെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതായിട്ടുള്ള, കെട്ടിവെച്ചിട്ടുള്ളതായിട്ടുള്ള കഥകളൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ അധികം അന്ധവിശ്വാസങ്ങൾ ഉണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു പ്രശസ്തമായ, അതിപ്രശസ്തമായ ഒരു ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുവന്ന് പൂജിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും വിഘ്നങ്ങൾ മാറിക്കിട്ടുമോ എന്നുള്ളത് കൂടുതൽ സിനിമാ പ്രവർത്തകരിലേക്ക് എത്തിച്ചിട്ടുണ്ടോ, പ്രശസ്തരായ മറ്റ് സിനിമാ മേഖലയിലുള്ളവർ കൂടി ഇതിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും ഇ ഡി അന്വേഷിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. എന്തായാലും കേസിൽ ജയറാമിനെ സാക്ഷിയാക്കാനുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഈ ഒരു തീരുമാനത്തിന് നേരെ വിഘാതമായിട്ടാണ് ഇ ഡിയുടെ അന്വേഷണത്തിലേക്ക് ഇ ഡി നീക്കം വരുമ്പോൾ പറ്റുന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്കറിയാം, പക്ഷേ വിശ്വാസി എന്ന നിലയിലാണ് ഈ ഒരു കാര്യങ്ങൾ താൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു കാര്യം പൂജയ്ക്ക്
കൊണ്ടുവന്നത്, വീട്ടിൽ വെച്ച് പൂജിച്ചത് എന്നൊക്കെ പറയുമ്പോൾ ഇത് തന്നെ ആയിരിക്കും ഒരുപക്ഷെ ജയറാം ഇ ഡിക്ക് മുൻപിലും പറയാനുണ്ടാവുക. പക്ഷേ ഇ ഡിയെ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, സാധാരണ ഒരു അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല. ഏറ്റവും ദുർഘടമായ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇ ഡിയെ പോലൊരു അന്വേഷണ സംഘം അല്ലെങ്കിൽ ദേശീയ അന്വേഷണ ഏജൻസികളുടെ മുമ്പിലേക്ക് നമ്മൾ ചോദ്യം ചെയ്യലിന് എത്തുമ്പോൾ എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും ശേഖരിച്ചു വെച്ചാൽ, എല്ലാ തെളിവുകളും ശേഖരിച്ചു വെച്ചിട്ടുണ്ടാവും. സാധാരണ ഒരു അന്വേഷണ സംഘത്തിന്റെ മുമ്പിൽ പോയി എന്തെങ്കിലുമൊക്കെ ഒരു ബ്ലാ ബ്ലാ പറയുന്നത് പോലെ ആയിരിക്കില്ല ഇ ഡിയുടെ മുമ്പിൽ. കൃത്യമായ കാര്യങ്ങൾ തെളിവ് സഹിതം ചോദിക്കുമ്പോൾ ഈ സ്വപ്ന സുരേഷ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ കഠിനമായ, കാരണം തെളിവുകൾ എടുത്തു വെച്ചിട്ടാണ് അവർ ചോദിക്കുന്നത്. അവിടെ എനിക്ക് മറ്റൊന്നും പറയാൻ പറ്റില്ല, കാരണം ആരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി എനിക്ക് പറയാൻ പറ്റില്ല. അത്രത്തോളം കാര്യമായ രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു തെളിവുകളുടെ പ്രാധാന്യം അത്രത്തോളമാണ്. അപ്പോൾ ആ തെളിവുകൾക്ക് മുമ്പിൽ ഇരുന്നുകൊണ്ട് നമുക്ക് നുണ പറയാൻ സാധിക്കില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് സ്വപ്ന സുരേഷ് പറയുന്നതായി കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ തന്നെയായിരിക്കും ഒരുപക്ഷെ അവിടെ പ്രശസ്തനാണ്, നടനാണ്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനാണ്, ഇതൊന്നും ഇ ഡി നോക്കില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ഒരു അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമായിരിക്കും. ഇവിടെയുള്ള അന്വേഷണ സംഘങ്ങളെ ഒരുപക്ഷെ രാഷ്ട്രീയം കൊണ്ടോ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടോ എന്ന് എന്താ പറയുക പ്രലോഭിപ്പിക്കുക, അല്ലെങ്കിൽ അതിലൊരു വിട്ടുവീഴ്ച നടത്താം എന്നുള്ള തരത്തിലേക്ക് പോയാൽ പോലും ദേശീയ അന്വേഷണ ഏജൻസികൾ വരുമ്പോൾ പലരുടെയും മുട്ടുവിറയ്ക്കുന്നതിൻ്റെ പിന്നിലെ കാരണം എന്ന് പറയുന്നത് ഇവിടെ പിടികൂടിയത് തന്നെയാണ്. അതല്ലാതെ അവർ വിളിപ്പിക്കില്ല. അത് പല രാഷ്ട്രീയക്കാരും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ തന്നെ പറയുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, വെറുതെ അങ്ങ് ഇ ഡി വിളിപ്പിക്കില്ല. ഇ ഡി വിളിപ്പിച്ചാൽ അത്രത്തോളം പ്രാധാന്യമുണ്ടെങ്കിൽ മാത്രമേ ഇ ഡി വിളിപ്പിക്കുകയുള്ളൂ. പലപ്പോഴും ജനങ്ങൾ പറയാറുണ്ട്, അവരെ വിളിപ്പിച്ചില്ല, ഇവരെ ചോദ്യം ചെയ്യേണ്ടതല്ലായിരുന്നു എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ പറയാറുണ്ട്. അതിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഏതൊരു വ്യക്തിയിലേക്കാണോ അന്വേഷണം കൊണ്ടുപോകുന്നത് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് എല്ലാ തരത്തിലുമുള്ള തെളിവുകളും ലഭിച്ചതിന് ശേഷം മാത്രമാണ് ഈ അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക എന്നുള്ളതാണ്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കേസ് പുതിയൊരു തലത്തിലേക്ക് തന്നെ മാറുകയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ധ്വജപ്രതിഷ്ഠയിലുമൊക്കെ അന്വേഷണം വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത് പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കൂടാതെ ഫെബ്രുവരി 12 സന്നിധാനത്ത് നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ട് വീണ്ടും അന്വേഷണം നടത്താമെന്ന് കോടതി ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. ഒന്നിലധികം പരിശോധനകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള അനുവാദവും ഇതിൻ്റെ SITയുടെ സംഘത്തലവൻ H വെങ്കടേഷ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ തേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ കടുക്കുകയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ പറയുന്ന കാര്യത്തിലേക്ക് പലരും ജാമ്യത്തിൽ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കിംവദന്തികൾ, അല്ലെങ്കിൽ സ്വാഭാവിക ജാമ്യം കിട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. പലതരത്തിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ജയറാമിലേക്ക് വീണ്ടും ഒരു അന്വേഷണം വരുന്നത് എന്ന് പറയുമ്പോൾ അത് സിനിമാ മേഖലയ്ക്ക് വളരെയധികം പ്രശ്നമുണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിനിമാ മേഖലയിലെ മറ്റു പ്രമുഖർ, ഇപ്പോൾ ഒരാളുടെ പേര് മാത്രമാണ് വന്നിട്ടുള്ളത്, മറ്റു പ്രമുഖർ ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ടോ, അവർ ഹൈഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണോ എന്നുള്ളതൊന്നും അറിയില്ല. അല്ലെങ്കിൽ ജയറാമിൽ നിന്നും മറ്റേതെങ്കിലും ഒരു പ്രധാനപ്പെട്ട വ്യക്തിയിലേക്ക് ഈ കാര്യങ്ങൾ പോയിട്ടുണ്ടോ, എന്താണ് ജയറാമിനെ എങ്ങനെയാണ് പോറ്റിയുമായിട്ട് ഇത്രയധികം കണക്ഷൻ വരുന്നത്? കാരണം പോറ്റി വിളിച്ച് ഈ ദ്വാരപാലക ശില്പമുണ്ട്, അത് അങ്ങയുടെ വീട്ടിൽ കൊണ്ടുവന്ന് പൂജിക്കട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത്രത്തോളം ബന്ധമില്ലാത്ത ഒരിടത്തേക്ക് വിളിച്ച് ചോദിക്കാൻ പോറ്റിക്ക് സ്വാഭാവികമായും തോന്നില്ല. അപ്പൊ ഇ ഡി പ്രധാനമായിട്ടും പോറ്റിയും ജയറാമും തമ്മിൽ കൂടുതൽ ബന്ധങ്ങളുണ്ടോ, അവിടെ മറ്റു തരത്തിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, ഇതിൻ്റെ ഒരു നാൾ വഴിയിലേക്ക് പോകുമ്പോൾ ജയറാമിനെ ഈ കേസിൽ കൂടുതൽ കൈകടത്തലുകൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലേക്ക് കൂടി ഇ ഡി പോകും. എന്തായാലും SITയുടെ നിലയിൽ SIT ചെയ്തതുപോലെ ക്ലീൻ ചിറ്റ് എന്ന് പറയുന്നത് ഇ ഡിയുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് കാത്തിരുന്ന് കാണണം എന്താണ് ജയറാമിന് വരുന്ന അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായതിനു ശേഷം സംഭവിക്കുക എന്നുള്ളത്.